എന്താണ് കാരണം? ഈ ഫംഗ്ഷൻ ആണെങ്കിൽ അമ്മ മരിച്ചതിന്റെ ഇതാണ്. അപ്പം അത് ഞാൻ എന്താ പറയാ, ജാനു കുറെ സ്ട്രെങ്ത് കിട്ടിട്ടായി. ജാനു ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു അമ്മ. അപ്പൊ ഇതല്ല, പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം 2 yearsോളം ആയി. എല്ലാരും കുറെ കുറ്റം പറഞ്ഞു. ഇതിന് ഫേമിന് വേണ്ടിയാണ്, മണിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ? മണിക്ക് വേണ്ടിയാണ് ജാൻമണി. അതെ, ജാൻമണിക്ക് വേണ്ടി, ജാൻമണിക്ക് വേണ്ടിയാണ്, മണിക്ക് വേണ്ടിയാണ്. അതാ വേറൊരു മണിയാക്കിയതാണ്. ആ മണിയല്ല ആയിട്ട് പോണു. ബേസിക്കലി ജോലിയിലും എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും നല്ല വർക്ക് വരികയാണെങ്കിൽ ചെയ്യും. പുതിയ വർക്ക് ഇതിൽ പോണായോ? പുതിയ ഒരു സീരിയലിന്റെ ചെറിയൊരു ഇതിലുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. കാരണം ഞാൻ എഞ്ചിനീയർ ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈ ചേച്ചി. അപ്പൊ പറ്റുവാണെങ്കിൽ ചെയ്യും. സൺ TV ഇതാണ്, നടക്കുവാണെങ്കിൽ നടക്കട്ടെ. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്? ബിഗ് ബോസ് ഫുൾ ആയിട്ട് കാണലുണ്ട്. എന്താണ് നമ്മുടെ നെവിൻ? എല്ലാരും ഇപ്പൊ ഭയങ്കര ഫാൻസ് ആണ് നെവിനാണ്. എന്ത് തോന്നുന്നു നെവിന്റെ ഗെയിം ഒക്കെ കാണുമ്പോ? നെവിൻ പിടിക്കണോ? നെവിൻ നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. നെവിൻ പോയപ്പോ ഞാൻ വിചാരിച്ചില്ല. കാരണം നെവിൻ ഇങ്ങനെയാണ്, ഭയങ്കര കുറച്ച് ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് മലയാളികൾ എത്ര അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഫാൻസ്. എന്റെ DM എടുത്തു കഴിഞ്ഞാൽ നെവിനോട് അത് പറയണം, ഇത് പറയണം, ലെവിനോട് ക്രഷ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പി. നമ്മുടെ ഒപ്പം വന്നൊരു പയ്യനിപ്പോ ഭയങ്കര ഹൈറ്റ്സിലെത്തിയല്ലോ. നെവിന് കയറി പോലെ നല്ലൊരു എന്റർടൈനർ എന്നുള്ള രീതിയിലാണ്. നല്ലൊരു എന്റർടൈനർ. അത് അവൻ ഇങ്ങനെ ഇടുന്ന ഒരു സംഗതിയല്ല, അവൻ നാച്ചുറലി അങ്ങനെയാണ്. ഇപ്പൊ ചായക്കടയിൽ പോയാൽ പോലും അവിടുത്തെ ചേട്ടനോട് തമാശ പറഞ്ഞ് അങ്ങനെ കുറെ ഇത് കാണിക്കുന്ന ആളാണ്. അപ്പൊ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ് ആണ്. ജാൻമുനിയുടെ ആയാലും ഫ്രണ്ട്സ് ആണ് നെവിൻ. ഈ നെവിൻ കപ്പെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ അഭിക്ക്? അയ്യോ, പക്ഷെ ഈ വർഷം ചോദിച്ചാൽ ജാന ചിലപ്പോ ചെരുപ്പ് പോരും. നെവിൻ ബിഗ് ബോസിൽ തകർക്കാണ്. അഭിഷേകിന്റെ കൂട്ടുകാരൻ. ജാനുവിന്റെ ഫ്രണ്ടാണ് അല്ലേ? അവര് ഗെയിമൊക്കെ ചോദിച്ചാണ്. ജാനു അങ്ങനെ ബിഗ് ബോസ് കാണലില്ല. ഈ വർഷം ഓരോ കിലോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും അതൊക്കെ ഒരു വലിയ കാര്യം. ഇപ്പൊ ഈ ആഴ്ചയും എവിക്റ്റഡ് അല്ല എന്നാണ് അറിയാൻ അൺഒഫീഷ്യൽ ആയിട്ട് പേജസിൽ കണ്ടത്. എവിക്റ്റഡ് അല്ല. നെവിൻ പണപ്പെട്ടി എടുത്ത് വരാന്നുള്ളൊരു. അതെ, അവൻ ആക്ച്വലി ആ ഒരു മോട്ടീവിലാ പോയെ. കാരണം വിന്നർ ആവോ ഇല്ലയോ എന്നുള്ളതൊരു ഇതാണ്. അവന് പൈസ ഭയങ്കര ആവശ്യമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് ഭയങ്കര മോശമായിപ്പോയി. എന്തെങ്കിലും ചെറിയൊരു റെസ്ട്രിക്ഷൻ കൊടുക്കായിരുന്നു. അവൻ പോയതേ പണം എടുക്കാനായിരുന്നു. ഭയങ്കര ഒരു വിഷമമായി. അതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പണം ബാക്കിൽ ഓടാൻ പറ്റില്ല. പണം നമ്മുടെ ബാക്കിൽ ഓടാൻ. അല്ല, ഇനി ബിഗ് ബോസ് കഴിഞ്ഞാൽ പണം എത്ര ഫെയിം എത്ര നെയിം കിട്ടിയല്ലേ. ഇപ്പൊ ഈ PR വർക്ക് എന്നുള്ളൊരു കാര്യം പറയുമ്പോ തന്നെ അനുമോൾക്കാണ് കൂടുതലും PR വർക്ക് എന്നുള്ള ഇത് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ നെവിന്റെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. കാരണം വോട്ടിന്റെ PR വർക്ക് എന്ന് പറഞ്ഞാൽ അല്ല ആള് ലാസ്റ്റ് ടൈം എത്ര PR വർക്ക് ചെയ്തിട്ട് അർജുൻ എത്ര PR വർക്ക് ചെയ്തിട്ട് ആ ടൈമിൽ നിങ്ങൾ ആരോ സംസാരിച്ചിട്ടില്ലല്ലോ? ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ ജിൻഡോടെ PR വർക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആ PR വെച്ചിട്ട് എന്നെ എത്ര തേരി വിളിക്കണേ. PR ഉണ്ട്. PR ഇല്ലാത്തൊരു വ്യക്തിയായി എനിക്ക് തോന്നുന്നു നെവിൻ മാത്രമായിരിക്കും. നെവിന്റെ PR ഒന്നും PR അല്ല. ആസ് എ ബ്രദർ ഞാനാണ് നെവിന്റെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് ഇടുന്നത്. വേറൊന്നും പെയ്ഡ് ആയിട്ടൊന്നും ഇല്ല. അതിനുള്ള സാമ്പത്തികം നെവിൻ ഇല്ല. അപ്പം PR എഫക്ട് ഇത്രയും എഫക്ട് ചെയ്തിട്ടും അവനിപ്പോ ഫിനാലിൽ എത്തി എന്ന് പറയുമ്പോ ആക്ച്വലി ഇനി വിന്നർ ആയി കഴിഞ്ഞു. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ ഏറ്റവും വലിയ ഈ അനുമോളുടെ PR വർക്കിനെ പറ്റിയിട്ട് എന്താണ്? കാരണം പുറത്തിറങ്ങി എല്ലാവരും അതിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ തന്നെ. അപ്പൊ അതൊക്കെ ശരിയാണോ തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് എന്നുള്ള ഒരു ഗെയിമില് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മറ്റു കണ്ടസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് ഒരിക്കലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. PR ഉണ്ടെന്ന് പറയുന്നു, നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ കണ്ടത് വിനു അല്ലേ, വിനുവിന്റെ ഒരു വീഡിയോ ആണ് കണ്ടത് തോന്നുന്നത്, PR എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോ ശരിക്കുള്ള വോട്ടെ. കാരണം അനുമോൾ ഇത്രയും നാള് സ്റ്റാർ മാജിക്കിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ട് 1 million ഫോളോവേഴ്സ് ഉണ്ട്. 1 million ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഒബ്വിയസ്ലി ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വ്യൂവേഴ്സും അത്ര
വോട്ടിംഗ് എന്തായാലും കിട്ടും. അപ്പൊ ഇത്രയും PR-ന്റെ ആവശ്യമുണ്ടോന്ന് അറിയില്ല. എല്ലാരും കളിക്കുന്നുണ്ട്, അനുമോളായാലും കളിക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് ലാസ്റ്റത്തെ എപ്പിസോഡ് ഭയങ്കര ക്രിഞ്ചായി തോന്നി. ആ ഒരു അനീഷും അനുമോളും അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ രീതിയിലും എല്ലാ കണ്ടസ്റ്റൻസിന്റെയും വോട്ട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ ആയിരിക്കാം. കാരണം അത് ഭയങ്കര ക്രിഞ്ച് ലെവലിലോട്ട് പോയി. അത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ ഞാൻ ഓഫ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോ. ഭയങ്കര അല്ലെങ്കിൽ അനുമോൾ ആദ്യം ആര്യനായിട്ട് ഒരു ഔട്ട് ട്രാക്ക് പിടിച്ചിട്ട് പിന്നീട് അനീഷായിട്ട് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അല്ല, അനുമോള് ട്രാക്ക് പിടിച്ചില്ല, അനീഷേട്ടനാണ് അത് ഇറക്കിയത്. അത് കുറച്ച് ഇനിയിപ്പോ എന്തായാലും 10 ദിവസമല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അവർ ഈ സീസണിലാണെങ്കിലും LGBT കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ലാലേട്ടനടക്കം സംസാരിച്ച ഒരു കാര്യമായിരുന്നു. അപ്പൊ നിങ്ങളുടെ സീസണിലായാലും റെപ്രസെന്റ് ചെയ്തിട്ട് അഭിഷേക് പോയായിരുന്നു. അപ്പൊ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴും ഇതിനെതിരെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്ത് വന്നതും നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു. അഭിഷേകിന്റെ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആക്ച്വലി ഒരാള് LGBTQ മെമ്പർ ആവുന്നത് ഒരു ചോയ്സ് അല്ല. ഇപ്പം അതില് ഇപ്പം ഞാനൊരു ഗേ ആണെങ്കിൽ വേറൊരാൾ ലെസ്ബിയൻ ആണെന്നുള്ളതില് മൂന്നാമതൊരാൾക്ക് അതിലൊരു പറയാനുള്ള ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അത് പറയുമ്പോ ഒബ്വിയസ്ലി വെറുക്കപ്പെടുന്ന ഒരാൾക്ക് ഇത് പറയുമ്പോ എന്തായാലും സപ്പോർട്ട് കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് കുറെ പേര് പോകുന്നു. അത് അവരുടെ ഇഷ്ടം, അത് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. ടോപ്പ് 3 എന്റെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് നെവിന് ഇഷ്ടമാണ്, അക്ബറിന് ഇഷ്ടമാണ്, പിന്നെ ആരാധനത്തുള്ള പിന്നെ എനിക്ക് ആര്യനായിരുന്നു ഇഷ്ടം. പക്ഷെ ആര്യൻ ഔട്ടായി പോയി. ആര്യൻ നല്ല ഗെയിമർ, അത് ഭയങ്കര ഉണ്ട്, നല്ല ഗെയിമറാണ്. അതിപ്പോ ഇപ്പൊ സാബുമാനൊക്കെ അതിന് മുന്നേ പോണ്ടതായിരുന്നു. അല്ല, ഈ സാബുമാൻ ഈ ഇതിനകത്ത് ഇത്രയും എന്താണ് നിന്നല്ലോ, യാതൊരു കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അഭിഷേക് കണ്ടിരുന്നു സാബുമാന്റെ ഗെയിം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സാബുമാൻ ക്യാരക്ടർ വെച്ചാ നിന്നേ തോന്നുന്നു. ഗെയിം ഒന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ ലക്ക് ഭാഗ്യം. ഓക്കെ, താങ്ക് യു. അല്ല ഇരിക്കൂ ആൾക്കാർ